കടിക്കല്ലേ 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 കടിച്ച് പൊത്തിപ്പറിക്കല്ല. മൈക്ക് വെച്ചുതരാം. എന്താ പറഞ്ഞത് എനിക്കായിരിക്കും കേൾക്കട്ടെ എന്താണെന്നുള്ളത്. എന്താ പറഞ്ഞത്? നമ്മുടെ കയ്യിൽ വന്ന സമയത്ത് നോക്കി, അയ്യോ പാവം, എന്തൊരു പാവമാണെന്ന് നോക്കി. കണ്ട, എന്നെ കൊത്തണില്ല, ഒന്നും ചെയ്യണില്ല. കണ്ട ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചൊന്നുമല്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബേഡ്സിൻ്റെ വീഡിയോ ആണ്. അതായത് നമ്മൾ കുറേ നാളായ ബേഡ്സിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ കാരണം നമ്മൾ ബേഡ്സിൻ്റെ വീഡിയോസൊക്കെ കുറച്ച് മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അത് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ വ്യൂവേഴ്സൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ ഹാൻഡ് ഫീഡ് ചെയ്ത് ഇണക്കിയെടുത്ത ബേഡ്സ് എല്ലാ കാലവും നമ്മോടൊപ്പം ഇങ്ങനെ കൂടെ തന്നെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവെല്ല് എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധം അവരായിട്ടുള്ളൊരു ഡിസ്കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ, കുറേ ആൾക്ക് ഡിസ്കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ബന്ധം ഉണ്ടാവുമോ എന്നുള്ള ഒരു ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനിപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകണം. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്നല്ലേ. അപ്പോൾ എന്നത് കാണിച്ചു തരാം. വാ, നമ്മൾ ഒരു ബേഡിനെ നമ്മുടെ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പാടിടുന്ന ബേഡാണ്. അപ്പോൾ അവൻ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് ഇണക്കിയെടുത്തൊരു ബേഡാണ്. അപ്പോൾ അതിൻ്റെ വിശേഷം ഞാൻ കാണിച്ചു തരാം. വാ. അപ്പോൾ നമ്മളത് നമ്മുടെ ബേഡ്സിനിട്ട കൂട്ടിലോട്ട് വന്നേക്കണം. ഇതാണ് നമ്മുടെ ബേഡ്സിനെ നമ്മൾ മാറ്റിയിടുന്ന കൂട്. നമ്മൾ ഇതാ ഇവിടെ നമ്മൾ കുറച്ച് ബേഡ്സിന് നമുക്ക് ഇത് കൊടുക്കാനുള്ള ബേഡ്സാണ്. അപ്പോൾ ആവശ്യക്കാരനെങ്കിൽ നമുക്ക് കൊടുക്കാം. ബേഡ്സിനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ടിലാണ് ഒന്ന് മെസ്സേജ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് വന്നാൽ മതി. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്തേക്കാം. ഓക്കെ. അപ്പോൾ ഇവനാണ് നമ്മൾ നേരത്തെ ഹാൻഡ് ഫീഡ് ചെയ്ത ബേഡ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവൻ കണ്ടോ, ഒരു പേടിച്ചിരിക്കുന്ന അവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ തുറന്ന് കാണിച്ചു തരാം. ഇവനാളിത്തിരി ഒരു ബുദ്ധിമാനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതാ, നമ്മൾ തുറക്കണ സമയത്ത് ഇവനിങ്ങനെ പറന്ന് പോകാനുള്ളൊരു, ഇവനറിയാം ഈ ഡോറ് തുറക്കുന്നത് വ്യക്തമായിട്ട് അവനറിയാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പറന്ന് പോകാനുള്ള ഒരു ലാക്കിൽ നിൽക്കായിരിക്കുള്ളൂ. കണ്ട. അപ്പോൾ ഞാനിനെ പിടിക്കാൻ വേണ്ടി പോകണ്ട. ഇത്രയും ഒരു ഇൻറ്റിമസി ഒട്ടും കാണില്ല. നമ്മൾ വരുന്ന സമയത്ത് പേടിക്കുന്നു, അവൻ കരയുന്നു. കണ്ട, എന്തൊക്കെ ഒച്ചപ്പാടും ബഹളമാണ്. പറന്നുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഇവനൊന്ന് പിടിച്ചിട്ട് നോക്കാം എന്താണ് എൻ്റെ പ്രതികരണം എന്നുള്ളത്. ഓക്കെ, ഇവിടെ വാടാ. നീ പറന്നോന്ന് എനിക്കറിയാം. നീ ഇവിടെ പറന്നുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡോറ് തുറക്കുന്ന വ്യക്തമായിട്ട് നോക്കിക്കൊണ്ടിട്ട് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ഇതിനൊരു ചാടിപ്പുറത്തോട്ട് പോകും. അതാണ് അവൻ്റെ പരിപാടി എന്നാണല്ലേ. ആൾ നമ്മുടെ കയ്യിലായിട്ടുണ്ട്. കണ്ട, ഇതാണ് നമ്മുടെ ബേഡ്. ഇത്രയും ഒച്ചപ്പാടൊക്കെ എടുത്ത ആൾ കണ്ട, ഇത്രയും ഒച്ചപ്പാടൊക്കെ എടുത്ത ആൾ നമ്മുടെ കയ്യിൽ വന്ന സമയത്ത് നോക്കി, അയ്യോ പാവം, എന്തൊരു പാവമാണെന്ന് നോക്കി. കണ്ട, എന്നെ കൊത്തണില്ല, ഒന്നും ചെയ്യണില്ല. കണ്ട, അത് വായയിൽ ഇങ്ങനെ വിലട്ട് കൊടുത്താലും ഒരു പ്രശ്നമില്ല. അയാൾ ഭയങ്കര ഇതായിട്ട് നിൽക്കണ്ട. ഇത് നമ്മൾ ഹാൻഡ് ഫീഡ് എടുത്ത കുട്ടിയാണ്. നമ്മൾ ഇതിനെ വലിയ കേജിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ കേജിലേക്ക് മാറ്റിയതിനെ തുടർന്ന് ഇവന് നമ്മളോടുള്ള ഒരു കണക്ഷൻ നഷ്ടപ്പെട്ടു. നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ വേറെ ഏതെങ്കിലും ബേഡാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഒപ്പം നിൽക്കില്ല, ഈ രീതിയിൽ നിൽക്കില്ല. നമ്മളിപ്പോൾ ഇവനോട് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഇവൻ നമ്മളിങ്ങനെ ഇങ്ങനെ കൈമേനെ കൊത്താൻ വേണ്ടി വന്നു. പക്ഷേ കൊത്തൂല. എന്നത് നമ്മളെ വേദനിപ്പിച്ച് കൊത്തൂല, വെറുതെ ഇങ്ങനെ കടിക്കുള്ളൂ. വെറുതെ ഇങ്ങനെ ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ ഒരു കണ്ട, നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ അവനിങ്ങനെ നമ്മളൊപ്പം ഭയങ്കര കൂളായിട്ട് ഇങ്ങനെ നിൽക്കണ്ട. ബേഡ്സിനെ വളർത്തുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അതായത് ഇത്തരം ബേഡ്സ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ നിൽക്കില്ല എന്നുള്ളത്. ഇത്തരത്തിൽ, അതായത് ഇങ്ങനെ ഇത്രയും ഇതായിട്ട് നിൽക്കില്ല. കാരണം ചാടി പുറത്തിറങ്ങാനും അല്ലെങ്കിൽ നമ്മളെ കൊത്തി ഭയങ്കരമായിട്ട് പുറത്ത് ചാടാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഈ നിങ്ങളിപ്പോൾ കൊത്തനെ കാണണം. അപ്പോൾ ചില ആൾക്കാർ പറയും, ഇയാൾ ഈ ബേഡ് ചേട്ടനെ കൊത്തണ്ടില്ലേ എന്ന് എഴുതുന്നുണ്ടല്ലോ. പക്ഷേ ശരിക്കുള്ള ബേഡ്, ഇണങ്ങാത്ത ബേഡ് ഇങ്ങനെ ഒന്നുമല്ല കൊത്തുക. കൊത്തിപ്പറിച്ച് നമ്മുടെ കൈ പൊട്ടിക്കും. മനസ്സിലായ? ആ രീതിയിലാണ് ഇവന്മാരുടെ പ്രവർത്തനം എന്നല്ലേ. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്. അതായത് നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേഡ് ഒരു കാര്യം തന്നെ. ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതല്ല. ആഫ്രിക്കൻ ലവ് ബേഡ് നമ്മൾ എന്തോരം ഹാൻഡ് ഫീഡ് ചെയ്ത് ഇണക്കി വളർത്തിയാലും ശരിയാണ്,
നമ്മൾ കുറച്ച് നാൾ ഒരു ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവരോട് യാതൊരു ഇടപാടും അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നെങ്കിൽ അവരോട് യാതൊരു ഇൻട്രാക്ഷൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നില്ല എന്നെങ്കിൽ അവരുടെ ആ ഇണക്കം പയ്യെ പയ്യെ പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നല്ലേ. അതിന് ഉദാഹരണമാണ് ഇവൻ. പക്ഷേ ചെറിയൊരു ഇൻറ്റിമസി ഇങ്ങനെ കാണിക്കും, നമ്മുടെ അടുത്തൊക്കെ വരാൻ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒരു ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിക്കാനുള്ള ചില ഇതൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ കാണിക്കും, ചില ആൾക്കാർ കാണിക്കില്ല. അവർ ചില സ്വഭാവം അനുസരിച്ചാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇയാളൊക്കെ ഹാൻഡ് ഫീഡ് എടുത്ത വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതായത് കുറേ ബേഡ്സിനെ, ഒരു 10-20 ബേഡ്സിനെ, കുറേ പ്രായമായ ബേഡ്സിനെയൊക്കെ നമ്മൾ ഒരുമിച്ച് ഹാൻഡ് ഫീഡിനെടുത്ത് എന്നിട്ട് അവരെയൊക്കെ ഹാൻഡ് ഫീഡിനെടുത്ത് അവരെയൊക്കെ ഇണക്കി നമ്മൾ ഒരു വളരെ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ഹാൻഡ് ഫീഡിങ് വീഡിയോ ആണ് നമ്മൾ ഇട്ടുള്ളത്. നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ തൊട്ട് അവസാനമായിട്ട് ആ വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് എൻ്റെ സ്ക്രീനിൽ കാണിക്കാമെന്നല്ലേ. ഓക്കെ, അപ്പം ഇതാണ്. ഇയാൾക്ക് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പാടില്ലായിരുന്നു. ഇയാൾക്കൊരു 5 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇയാളെ പുറത്തോട്ട് ഇറക്കാൻ പോകുന്നത്. ഇപ്പോൾ വലിയ കൂട്ടിലേക്ക് മാറ്റാൻ വേണ്ടി പോയാണ്. അപ്പോൾ നമ്മളിത് അവനെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. പുറത്തേക്ക് എത്തിച്ച് നമ്മുടെ വലിയ കൂട് കാണുന്നത് അവിടെയാണ്. കണ്ടാ, ഇതിൻ്റെ അകത്ത് ഇവന്മാരുടെ ശബ്ദമൊക്കെ കേട്ട സമയത്ത് ഇവൻ്റെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. കണ്ടാ, നല്ല കടിയാൻ കടിച്ച്. അപ്പോൾ അതായത് അവൻ ഒറ്റയ്ക്ക് കിടന്ന സമയത്ത് നമ്മളോട് വളരെ ഒരു ഇതുപോലെ പെരുമാറുകയും, പക്ഷേ അവൻ്റെ കൂട്ടുകാർ അവൻ്റെ ലോകത്തേക്ക് അവൻ തിരിച്ചെത്തിയ സമയത്ത് അവൻ നല്ല രീതിയിൽ നമ്മളോട് നല്ല കടിക്കേണ്ട. കണ്ട, ഇത് വെച്ച് കൊടുത്താൽ നല്ല കടിച്ച് പൊട്ടിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കടിച്ച് പൊട്ടിക്കണം, നമുക്ക് വെച്ച് കൊടുക്കാം. കണ്ട, ഇത്തരത്തിൽ കടിച്ച് പൊട്ടിക്കാനുള്ള ഇതാണ് കാണിക്കുന്നത്, മനസ്സിലല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ കൂട്ടിലേക്കാണ് നമ്മളെ മാറ്റാൻ വേണ്ടി പോണത്. കണ്ട, ഇവന്മാരെല്ലാവരും കൂടെ കാത്തേക്കുണ്ട്. എന്താ അവൻ്റെ ഒരു ഇതുണ്ടോ, ഇതേ കടിക്കാൻ നോക്കണ്ട, നന്നായിട്ട് കടിക്കാൻ നമ്മളെ ആണ്ടാ. അതെ ഈ കടിച്ച എൻ്റെ കൂടെ വിരൽ പൊട്ടും. അതിൻ്റെ പേരിൽ ഞാനിങ്ങനെ ഇവനെ തല കയറി പിടിച്ചേക്കാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ അകത്ത് റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും റിലീസ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കൊരു അറിവായെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. കൂടാതെ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്, അല്ലേ? എന്താ പറഞ്ഞത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോ? ഇപ്പം പറയണ്ട്. ഓയ്ഷു മൈക്ക് വെച്ച് തരാം. എന്താ പറഞ്ഞത്? എനിക്കായിരിക്കും കേൾക്കട്ടെ എന്താണെന്നുള്ളത്. എന്താ പറഞ്ഞത്? സബ്സ്ക്രൈബ് ചെയ്യോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ? ഇത് കടിച്ചു പൊട്ടിക്കാനല്ല പറഞ്ഞത്, കടിച്ചു പൊട്ടിക്കാനല്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വെച്ച് അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്ത് പറയണം? എന്താ പറഞ്ഞത്? എന്ത് പറയടാ, എന്താ പറഞ്ഞത്? ഇവൻ എന്തൊക്കെയോ പറയണത്, കരകരാന്ന് പറയണല്ലേ. എന്ത് നീ ഭക്ഷണം കഴിച്ചാന്ന് വെച്ചാൽ എവിടെയൊക്കെ നമ്മുടെ വ്യൂവേഴ്സ് ഭക്ഷണം കഴിച്ചാന്ന് വെച്ചേ? ഭക്ഷണം കഴിച്ചാ? അപ്പോൾ ഭക്ഷണം കഴിച്ചാ എന്തൊക്കെയാണ് പറയണേ? ശരി, അവൻ എന്തൊക്കെയോ പറയണ്ട അവിടെ നിന്നിട്ട്. എന്തായാലും നമ്മുടെ നേരം പോവും. അടുത്താളം വന്നിട്ട് എന്താണ് ഭക്ഷണം കഴിച്ചാ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ? ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിച്ചാ ചോദിക്കും. ഭക്ഷണം കഴിച്ചാ? ആര് ഭക്ഷണം കഴിച്ചാൽ? നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ചോദിക്കുന്നത്. നിങ്ങൾ ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിച്ചോട്ടാ. ഭക്ഷണം കൊടുക്കുമോ ഞാനിക്ക്? ഭക്ഷണം കഴിച്ചാ? അപ്പോ ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിച്ചാ? രണ്ടുപേരും കൂടെ എൻ്റെ തോളത്തിന് പ്രേമിക്കേണ്ട. കണ്ട, അപ്പോൾ ഇതൊക്കെയാണ്. എടാ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറടാ, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറടാ. നിനക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയടാ. പറയടേ ചെറുക്കന്മാരെ. ഒരുത്തന്നെ ഇവിടെ വെറുതെ ഇരിക്കേണ്ടത് കണ്ട. അപ്പോൾ അവന്മാർ പറയണമെന്ന് തോന്നുന്നില്ല, അവന്മാരെന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കൂടാതെ ഇതുപോലത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇവനെ തുറന്ന് വിടാൻ വേണ്ടി പോകണം. കടിച്ച് പൊത്തിപ്പറിക്കല്ല. ഇവൻ്റെ മോന്ന് നോക്കിയാൽ ഇവൻ പേടിച്ച്, എൻ്റെ ശബ്ദം കേട്ട് ഇവൻ പേടിച്ച്. അപ്പോൾ അവനെ റിലീസായി. അവൻ നന്നായിട്ട് കൊത്തിപ്പറിച്ച് നമ്മളെ കയ്യിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഒമ്മാരും പോകേണ്ട. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്നുകൂടെ. ഓക്കെ,
അടുത്ത വീഡിയോ വീണ്ടും വരാം. ട്രാൻസ്പ്ലാന്റേഷൻ വീഡിയോ ആയിട്ട് വരാം. ട്രാവൽ വ്ലോഗ് വീഡിയോ, പിന്നെ അതേപോലെ തന്നെ പ്രൊഡക്റ്റ് റിവ്യൂസ്, ബേഡ്സിൻ്റെ വീഡിയോസ്, അങ്ങനെ സകലമാന വീഡിയോസും നമ്മൾ നമ്മുടെ ചാനലിലൂടെ ചെയ്യാണ്ട് ഒരു മൾട്ടി കണ്ടൻറ്റാണ് നമ്മുടെ. അല്ലാതെ പ്രത്യേകിച്ച് ബേഡ്സിൻ്റെന്നോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് റിവ്യൂ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലൊക്കെ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ പറഞ്ഞേ, ഒരു ബൈ പറഞ്ഞേ, ബൈ 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 ബൈ. ഓടാ മണ്ട. അപ്പോൾ ഓക്കെ, ബൈ ബൈ.